ഒരു ബിനോയ് പുൽപ്പള്ളിയാണ് സ്വദേശം. പുൽപ്പള്ളി പഞ്ചായത്തിലെ വീട്ടിമൂല. ഇപ്പോൾ 35 പശുക്കളാണുള്ളത്. എത്ര കാലമായി പശു കൃഷിയിലേക്ക് വന്നിട്ട്? പശു കൃഷിയിലേക്ക് വന്നിട്ട് 20 വർഷത്തിന് മുകളിലായി. ഫാം എന്ന രീതിയിൽ വന്നിട്ട് 10 വർഷം. ആദ്യം എത്ര പശു വെച്ചിട്ടാണ്? ഒരു പശു. ഏത് ഇനമായിരുന്നു അത്? അത് HF തന്നെ. ഒരു ഫാമിലെ ലൈഫ് എങ്ങനെയാണ്? ഫാമിലേക്ക് രാവിലെ ഒരു 6 മണിക്ക് വരിക. 6 മണി 6:30 ആകുമ്പോഴേക്കാണ് ഫാമിലേക്ക് വരിക. പിന്നെ പാലും കൊണ്ട് നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് പാൽ അളക്കാനൊരു 7:30 ആകുമ്പോഴത്തേക്കും പോകും. പിന്നെ വന്നിട്ട് 1 മണിക്കൂർ നേരമൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം വരുള്ളൂ. പിന്നെ അത് ഏറിയുള്ള സമയത്ത് നമ്മുടെ ബായി ഉണ്ട്, അവരതെല്ലാം ചെയ്തോളും. പിന്നെ കാലിത്തീറ്റ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് വരും. എത്ര നേരം തീറ്റ കൊടുക്കും? 2 നേരം. 2 നേരം കൊടുക്കുള്ളൂ. അത് പെല്ലറ്റ്സ് ആണോ? പെല്ലറ്റും കൊടുക്കും. ചോളപ്പൊടി ഉണ്ട്. ചോളപ്പൊടി, പെല്ലറ്റ്, സൈലേജ്, പുല്ല്, പച്ചച്ചോളം. സൈലേജും പെല്ലറ്റ്സും പിന്നെ പുല്ല്, പച്ചപ്പുല്ലുമാണ് നമ്മൾ ചോളം കൊടുക്കുന്നത്. ശരിക്കും 2 നേരം തീറ്റ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അല്ലേ? 2 നേരം കൊടുത്താൽ മതി എന്നാണല്ലോ പൊതുവെ ശാസ്ത്രീയമായ പറച്ചിൽ. അങ്ങനെ തന്നെ കൊടുക്കും. മൊത്തത്തിൽ അപ്പോൾ എത്ര പശു ഉണ്ട് ബിനോയ് ചേട്ടൻ ഇപ്പോൾ? 35. ഒരു 1 നിന്ന് തുടങ്ങിയിട്ടാണ് ഈ 35 എത്തിയത്. നമ്മൾ പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാലും അകിടുവെക്കം പോലുള്ള അസുഖങ്ങൾ വരും. എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരാതിരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ എനിക്ക് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ? നമ്മൾ പരമാവധി ഫാം വൃത്തിയായിട്ട് വെക്കുക എന്നൊക്കെയുള്ളൂ. പക്ഷെ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ വെക്കുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കും. അതെ. റബ്ബർ മാറ്റ് പോലുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട്? ഉണ്ട്. റബ്ബർ മാറ്റ് ഉണ്ട്. ഫുള്ള് റബ്ബർ മാറ്റുള്ളത്. 2 പശുവിനുള്ള സ്ഥലം മാത്രം റബ്ബർ മാറ്റില്ലാത്തത്. കാലിന്റെ കുളമ്പ് നീണ്ടുകയും അവിടെ കൊണ്ട് കെട്ടാനായിട്ട്. ഫാമിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചത് എല്ലാ പശുക്കൾക്കും ഓരോ പേര് ഉണ്ടെന്നുള്ളത്. ആ പേരെടുത്തിട്ട് തന്നെയാണോ പശുക്കളെ ഇരിക്കുന്നല്ല, നമുക്ക് ഡയറിയിൽ എഴുതാനായിട്ട് മനസ്സിലാവും. പിന്നെ നമുക്കൊരു പശുവിന് സുഖമില്ലെങ്കിൽ അങ്ങോട്ടോട്ട് ബായും ഞങ്ങൾ സംസാരിക്കുമ്പോൾ എളുപ്പം കിട്ടും. പ്രസവിക്കുന്നത്, കുത്തിവെക്കുന്നതൊക്കെ ഡയറിയിൽ എഴുതി വെക്കാനായിട്ട്, അതിന് ചികിത്സയിൽ എന്തായാലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാനായിട്ട് നമുക്ക് ആ പേര് ഉപകാരപ്പെടും. അതെ. ആവറേജ് ശരാശരി 15-20 ലിറ്റർ 20ന്റെ മുകളിലേക്കുള്ള പശുക്കളാണ് നമുക്ക് കൂടുതൽ. 20 ആദ്യത്തെ പ്രസവത്തിന് 20ലും കുറവാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കി. രണ്ടാമത് നമ്മൾ നിർത്തില്ല. എത്ര പ്രസവം വരെ കൊണ്ടുപോകും? ഇവിടെ 7 പ്രസവിച്ച പശുക്കളുണ്ട്. 7 പ്രസവിച്ച പശുവിന് രണ്ട് കുട്ടികളായി തവണ ഉണ്ടായി. 2 കുട്ടികളുണ്ട്. 2 ട്വിൻസ്. അവർ 2 ഒരു പാട്. പിന്നെ പശുകൃഷിക്ക് പുറമെ വേറെ എന്തെല്ലാം കൃഷികളുണ്ട്? കോഴി, ആടുണ്ടായിരുന്നു. പിന്നെ ആട് പിന്നെ നമുക്ക് എല്ലാം കൂടി നടത്തിക്കൊണ്ടു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ആടുകളൊക്കെ ഒഴിവാക്കി. ആടും മത്സ്യകൃഷി ഉണ്ടായിരുന്നു. മത്സ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം പറ്റി അല്ലേ, കുളമായിരുന്നു. കുളത്തിൽ വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ നിർത്തിയത്. ഉണക്കി ഉണക്കിയിട്ട് ഇവിടെ ഉണക്കി നമ്മൾ കയറ്റി കർണാടക, തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടും. ഡിമാൻഡ് ഉണ്ടോ? ഇത് തികയാത്ത പ്രശ്നമുള്ളൂ. അതെയോ? തികയില്ല. ശരി. ചണത്തിനൊക്കെ നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ. അതെ, അത്രയും ഡിമാൻഡ് വരുന്നില്ല. ഇതാണ് ബ്രോയിലർ ഫാം. ഇപ്പൊ എത്ര ദിവസം? 10-20 ദിവസം. 23 ദിവസമായില്ലേ? നമ്മള് 36 മുതൽ 42 ദിവസം വരെയല്ലേ? നല്ല വൃത്തിയുണ്ട് കേട്ടോ, സ്മെല്ലില്ല അല്ലേ? നമ്മളെല്ലാ ദിവസവും വൃത്തിയായിട്ട് ഇളക്കി കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവും. ഇളക്കി കൊടുക്കും. ഇളക്കാൻ വേണ്ടി ഒരു മെഷീൻ ഉണ്ടല്ലോ അല്ലേ? മെഷീനില്ല, നമ്മൾ കൈ ഇതുപോലത്തെ 2 അത് വെച്ച് ഇളക്കിയാലും മതി. താഴെ ഉപയോഗിക്കുന്ന ഇത് ഇത് കാപ്പിത്തൊണ്ടാണ്. സ്മെല്ലില്ല കേട്ടോ. ചിലപ്പം അറക്കപ്പൊടി ഇടും, ചിലപ്പം ചകിരിച്ചോറിടും. 3 മാറി മാറി ഉപയോഗിക്കും കിട്ടുന്നതനുസരിച്ച്.
ഈ കൃഷി തുടങ്ങിയിട്ട് അന്ന് ബ്രോയിലർ ഫാം ആ ഫാമും ഈ ഫാമും ഒന്നിച്ചവിടെ. ഒരുമിച്ച് തുടങ്ങി അല്ലേ? ഈ ശരിക്കും ഇതിന് ഹീറ്റ് സ്ട്രെസ് അഥവാ ചൂടാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും? ചൂടിൻ്റെ മേളിൽ വെള്ളം അടിക്കും. ഓ, റൂഫിൽ. അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഭയങ്കര പ്രശ്നം. ഈ ഒരു ബാച്ചാണ് വിഷയം. ഈ ഒരു ബാച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒരു വലിയ പ്രശ്നമാണ്. ഒരു 4 മാസം ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഒരു 2 തവണയെങ്കിലും ഒന്ന് ഒരു 12 മണിക്ക് ഒരു 4 മണിക്ക് ഇടയ്ക്ക് ഒരു 4-5 പ്രാവശ്യം വെള്ളം ചെയ്തു കൊടുത്താണ്. പിന്നെ പകല് തീറ്റ കട്ട് ചെയ്യും ആണല്ലേ? രാവിലെ തീറ്റയും കട്ട് ചെയ്താൽ ഇച്ചിരി അതിൻ്റെ സ്ട്രെസ് കുറയും. ഒരു 9 മണി 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ തീറ്റയും കട്ട് ചെയ്യും. വയറ്റിലൊന്നും ഇല്ലെങ്കിൽ ചാവലിച്ചിരി കുറയും. ആണല്ലേ? ഇതിൻ്റെ ഒരു മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര റേറ്റ് വരും? അതായത് ഒരു 2% അല്ലെങ്കിൽ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഒരു നമ്മളിപ്പോൾ 2500 കോഴി എങ്കിലും ഇവിടെ ഇടുന്നത്. അതിലൊരു 20-30 എണ്ണമൊക്കെ എന്തായാലും ചിലപ്പോൾ 50 വരെ. ആണല്ലേ? അത് ഫീഡിന്റെ വ്യത്യാസം വരും. ചിലപ്പോൾ ഈ കുഞ്ഞു വരുന്നത് ഇച്ചിരി മോശമാണെങ്കിൽ അങ്ങനെ ഇത് തന്നെ ശരിക്കും ഇതൊരു 10 സെന്റ് ഒരു 15 സെന്റ് ഉണ്ടാവും. 2500 സ്ക്വയർ ഫീറ്റ്. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഒരു കോഴിക്ക് വേണ്ടത്. ഒരു സ്ക്വയർ ഫീറ്റ്. ഇതിന് പിന്നെ വെള്ളം ഓട്ടോമാറ്റിക് ആണ്. വെള്ളം ഓട്ടോമാറ്റിക് ആണ്. തീറ്റ പിന്നെ തീറ്റ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കും. ഈ ചാക്കില് അതിൽ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. വെള്ളം നമ്മൾ അവിടെ ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വരും. അത് കുടിക്കുന്നതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് വരും. ലൈറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ രാത്രി ലൈറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ കുഞ്ഞു വന്നൊരു 10-12 ദിവസത്തേക്ക് നമ്മൾ അവിടെ ചൂട് കൊടുക്കാനുള്ള ലൈറ്റ് വെക്കും. ആണോ? സഹായിക്കുന്നത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഞാനിപ്പം പുൽപ്പള്ളി ക്ഷീരസംഘത്തിൻ്റെ ഡയറക്ടറാണല്ലോ. അപ്പം എന്നാൽ ഈ പശു എടുക്കാനായിട്ട് കിടാരിപ്പാറക്കിലേക്ക് പശു എടുക്കാനായിട്ട് സംസ്ഥാനത്തിന് പുറത്ത് കൂടുതലും പോകുന്നത് ഞാൻ. അപ്പോൾ ഇവർ രണ്ടുമാണ് കൂടുതലും എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ എത്ര തിരക്കാണെങ്കിലും വേറെ എവിടേക്കെങ്കിലും പോകാൻ കഴിയാത്തൊരു സാഹചര്യങ്ങളും കൂടെ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുത്താൽ പിന്നെ ആ കറക്റ്റായിട്ട് ആ ടൈം ടേബിളിൽ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളോട് ഇല്ലെങ്കിലും ജോലിക്കാരെ വെച്ച് തന്നെ നമുക്ക് കുറേ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ജോലിക്കാരുണ്ടല്ലോ അല്ലേ? ഒരു വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം. ഞങ്ങൾ 4-5 ദിവസമൊക്കെ അവിടെ ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. യാത്രകൾ പോകുന്നുണ്ട്. ഈ മാസവും ഞങ്ങളിപ്പോൾ 25-ാം തീയതി യാത്ര പോകും. 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. അപ്പം അതൊന്നൊരു വിഷയമില്ല. നമ്മുടെ യാത്രകൾക്കൊന്നും യാതൊരു തടസ്സമില്ല. അവരുടെ നല്ല സഹകരണം ഉണ്ട്. അത് കാരണം കണ്ട് പണിക്കാർ നല്ല എല്ലാം നമുക്ക് അറിയുന്നവരാണ്. കർഷകരെ സംബന്ധിച്ചൊരു വെല്ലുവിളിയായിട്ടുള്ളത് ഈ തീറ്റ ചെലവ് കൂടുതലും പശുവിൻ്റെ പാലിന് വില കുറവായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിപ്പോൾ ഒരു വിഷയമാണ് എല്ലാവരെ സംബന്ധിച്ച്. ക്ഷീരകർഷകർക്ക് ഈ മേഖലയിൽ വിട്ടുപോകാനുള്ളൊരു കാരണം തന്നെ പാലിൻ്റെ വില കൂടാത്ത കുറച്ചൊരു 4-5 രൂപയും കൂടി കൂടിയില്ലെങ്കിൽ ഇനി ഇതിൽ പശുക്കളുടെ എണ്ണം എല്ലാവരും കുറയ്ക്കും. എങ്ങനെയാണ് ഈ വെല്ലുവിളിയൊക്കെ അതിജീവിക്കുന്നത്? നമ്മൾ ചിലവ് ചുരുക്കി കൂടുതൽ പാലുള്ള പശുക്കളെ വളർത്തുക എന്നുള്ളതാണ് ഈ വെല്ലുവിളി അതിജീവിക്കാനായിട്ടുള്ള എളുപ്പം. നമ്മളൊക്കെ എങ്ങനെ ചെയ്യുന്നത്? കൂടുതൽ പാലുള്ള ഉൽപ്പാദനമുള്ള പശുക്കളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ മോരിക്കുട്ടന്മാരെ അങ്ങനെ വെക്കില്ല. ഇല്ല, എല്ലാം നേരത്തെ തന്നെ കൊടുത്തു ഒഴിവാക്കും. മോരിക്കുട്ടന്മാരെയൊക്കെ നമ്മൾ പശുക്കുട്ടികളെ മാത്രമേ ഫാമിൽ നിർത്തുള്ളൂ. പ്രൊഡക്ഷനാണ് മെയിനായിട്ട്. അതെ, പ്രൊഡക്ഷൻ.